മലങ്കര കത്തോലിക്ക സഭയുടെ ദ്വിതീയ മെത്രാപ്പൊലീത്തയായിരുന്ന ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയുടെ ഓർമ്മ പെരുന്നാൾ ഒക്ടോബർ മാസം 10-ാം തീയതി സമുചിതമായി ആഘോഷിക്കുകയാണ്. പാവനമാം സ്മരണകളിൽ നിന്ന് ഉയരുന്നു. പുണ്യപിതാവാം മാർ ഗ്രിഗോറിയോസിൻ്റെ സ്മരണകൾ മലങ്കര മക്കൾക്ക് മാത്രമല്ല, സമസ്ത ജനത്തിനും പ്രചോദനമായി, ആവേശമായി ഇന്നും നിലകൊള്ളുകയാണ്. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന് വിശ്വാസ പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വളർന്നു വന്ന് ബഥനിയുടെ അംഗമായി, മലങ്കരയുടെ ആചാര്യനായി, വിദ്യാഭ്യാസ രംഗത്ത് പഠനത്തിലൂടെ പ്രശസ്തമായ വിജയം കൈവരിച്ച് വിദ്യാഭ്യാസ വിമോചന വികസന പ്രക്രിയകളിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. മനുഷ്യരെ സ്നേഹിച്ച, മണ്ണിനെ സ്നേഹിച്ച, മരങ്ങളെ സ്നേഹിച്ച, പറവകളെ സ്നേഹിച്ച, സമസ്ത സൃഷ്ടവസ്തുക്കളെയും സൃഷ്ടാവിൻ്റെ സാന്നിധ്യമായി കാണുവാൻ കഴിഞ്ഞ വലിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. തൻ്റെ അറിവുകൾ ആഴപ്പെടുത്തുന്നതിന് അതിരുകളില്ലാതെ, അതിർത്തികളില്ലാതെ എല്ലാവരെയും കാണുവാൻ, പ്രോത്സാഹിപ്പിക്കുവാൻ, വളർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിട്ടും മറക്കില്ല, മറക്കുവാനാവില്ല. ഈ ഉള്ളവർക്ക് ആ ചൈതന്യം ഒന്നുപോലും മറന്നുപോയെന്ന് വരുന്ന കാലം മരിച്ചുപോയെന്ന് നനച്ചുകൊള്ളുക. പാവനമാം സ്മരണകളിൽ എന്നും അനശ്വരനായി ജീവിക്കുകയാണ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത. മനുഷ്യ ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ 10ാമത് ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്ന ഈ വേളയിൽ സഭയുടെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ലോകത്തിൻ്റെയും ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഇന്ന് സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന കലുഷിതമായ പ്രശ്നങ്ങൾക്ക് സ്നേഹത്തിലൂടെ പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ആ പുണ്യപിതാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ജോഷുവ മാർ ഇഗ്നാത്തിയോസ്. ആനന്ദബ്രഹ്മം നിത്യവിസ്മയം ആത്മാവിൽ ആശ്വാസവചനം ആത്മസ്വരൂപം ധ്യാനമന്ത്രം ആത്മാവിൽ നിറയും അനസ്യൂതം ബ്രഹ്മചര്യം സ്നേഹതീരം അനുസരണം ബലിരൂപം ബദനി തൻ സൂനു നിത്യവിസ്മയം ശാന്തി സ്വരൂപം മാർ ഗ്രിഗോറിയോ. ബദനിയായിൽ
വളർന്നവനേ, മനുഷ്യനെ സ്നേഹിച്ച താതരൂപമേ, ഏദൻ തോട്ടം നിൻ മക്കൾക്കായി ധ്യാനിച്ചു തന്നു നീ താതായെന്നും, ദാനമായി തന്നു നീ താതായെന്നും. മലങ്കര കത്തോലിക്കാ സഭയുടെ ദ്വിതീയ ആർച്ച് ബിഷപ്പ് ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു പതിറ്റാണ്ട് തികയുന്നു. അബ്രഹാം പിതാവിനെ വേർതിരിച്ച ദൈവം, മോശയെ നേതാവാക്കിയ ദൈവം, അഹറോനെ പുരോഹിതനാക്കിയ ദൈവം, ജോഷുവയെ നായകനാക്കിയ ദൈവം ഒരു ബാലനെ നമുക്കു വേണ്ടി വേർതിരിച്ചു, നേതാവാക്കി, നായകനാക്കി, പുരോഹിതനാക്കി. ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് ദൈവരാജ്യത്തിനായി 100ഉം 60ഉം മേനി കൊയ്ത ആ പുണ്യപിതാവിന്റെ തൃപ്പാദങ്ങളിൽ ചുംബിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം അവതരിപ്പിക്കുന്നു. ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ്. മലങ്കര കത്തോലിക്ക സഭയുടെ ദ്വിതീയ മെത്രാപ്പൊലീത്തയായിരുന്ന ഭാഗ്യസ്മരണാർഹനായ ആനന്ദപുരിയാ വിശുദ്ധമാം ജീവിതം സ്വർഗമല്ലോ മനനം ചെയ്തു ആ ബാലൻ. വിശുദ്ധമാം ജീവിതം സ്വർഗമല്ലോ മനനം ചെയ്തു ആ ബാലൻ. മനസ്സിൽ കരുതിയ താതനെ കണ്ടു പിതാവായ മകൻ സ്വീകരിച്ചു. മനസ്സിൽ കരുതിയ താതനെ കണ്ടു പിതാവായ മകൻ സ്വീകരിച്ചു. ഗ്രിഗോറിയോ മാർ ഗ്രിഗോറിയോ ബഥനിതൻ പുത്രനാം മാർ ഗ്രിഗോറിയോ. ഗ്രിഗോറിയോ മാർ ഗ്രിഗോറിയോ ബഥനിതൻ പുത്രനാം മാർ ഗ്രിഗോറിയോ. ശത്രുവിനെ നേടി മിത്രമായി നിദ്ര വെടിഞ്ഞു പ്രാർത്ഥിച്ചു. ശത്രുവിനെ നേടി മിത്രമായി നിദ്ര വെടിഞ്ഞു പ്രാർത്ഥിച്ചു. മനസ്സിൽ നിറച്ചു ദൈവിക സ്നേഹം മന്ത്രമായി നാഥനിൽ വളർന്നു. മനസ്സിൽ നിറച്ചു ദൈവിക സ്നേഹം മന്ത്രമായി നാഥനിൽ വളർന്നു. ഗ്രിഗോറിയോ മാർ ഗ്രിഗോറിയോ ബഥനിതൻ പുത്രനാം മാർ ഗ്രിഗോറിയോ. ഗ്രിഗോറിയോ മാർ ഗ്രിഗോറിയോ ബഥനിതൻ പുത്രനാം മാർ ഗ്രിഗോറിയോ.
ദൈവരാജ്യത്തിൽ സേവനമായി രൂപവും ഭാവവും ദൈവികമായി ദൈവരാജ്യത്തിൽ സേവനമായി അനന്തപുരിയാകെ ഉദിച്ചുയർന്നു നിത്യശോഭയായ താതൻ അനന്തപുരിയാകെ ഉദിച്ചുയർന്നു നിത്യശോഭയായ താതൻ ഗ്രിഗോറിയോ മാർ ഗ്രിഗോറിയോ ബഥനിതൻ പുത്രനാം മാർ ഗ്രിഗോറിയോ ഗ്രിഗോറിയോ മാർ ഗ്രിഗോറിയോ ബഥനിതൻ പുത്രനാം മാർ ഗ്രിഗോറിയോ ഗ്രിഗോറിയോ മാർ ഗ്രിഗോറിയോ ബഥനിതൻ പുത്രനാം മാർ ഗ്രിഗോറിയോ ഗ്രിഗോറിയോ മാർ ഗ്രിഗോറിയോ ബഥനിതൻ പുത്രനാം മാർ ഗ്രിഗോറിയോ. രൂപം പോലെ മധുരതരമായിരുന്നു അഭിമന്യ പിതാവിന്റെ ശബ്ദവും. മനുഷ്യ മനസ്സുകളെ പിതാവിലേക്ക് ആകർഷിച്ച നിരവധി ഘടകങ്ങളിലൊന്നായിരുന്നു ആ മനോഹര ശബ്ദം. ഏതൊരു നിരീശ്വരനെയും മാനസാന്തരപ്പെടുത്താൻ പര്യാപ്തമായിരുന്നു തിരുമേനിയുടെ ബലിയർപ്പണം. ഈണവും സ്ഫുടതയും അതിലേറെ ദിവ്യത്വവും അദ്ദേഹത്തിന്റെ ചൊല്ലുകളിൽ തുടിച്ചു നിന്നിരുന്നു. അത് പിതാവായ ദൈവത്തെ മുഖാമുഖം നോക്കി മൊഴിയുന്ന അർത്ഥനകളായിരുന്നു. നിയമത്തിന്റെ കൃത്യതയിൽ ഒതുങ്ങി സ്വയം മറന്ന് അതുല്യമായ സ്വർഗീയ ആരാധനാനുഭവം അദ്ദേഹം ആവോളം നുകർന്നിരുന്നു. അഭിമന്യ പിതാവിന്റെ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നിന്ന് സകലർക്കും വെളിച്ചമാവുക എന്നതായിരുന്നു തിരുമേനിയുടെ വിദ്യാഭ്യാസ ദർശനം. ഓരോ വ്യക്തിയും സ്വന്തം കാലിൽ നിൽക്കാനുള്ള കരുത്താണ് വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ടത്. അറിവിന്റെ പൂമ്പൊടികൾ എവിടെ നിന്ന് കിട്ടിയാലും അവ ആത്മാവിന്റെ തേനറയിൽ ശേഖരിക്കാൻ തിരുമേനി സകലരെയും പ്രേരിപ്പിച്ചു. കേരള വിദ്യാഭ്യാസ ചരിത്രത്തിൽ ശക്തമായ നേതൃത്വം നൽകിയ വിചക്ഷണനായിരുന്നു അഭിമന്യ തിരുമേനി. ആദ്യകാലത്തെ വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു പിതാവിന്റെ? പ്രൈമറി വിദ്യാഭ്യാസം ഞങ്ങളുടെ വീടിന് സമീപെ പുതുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. മിഡിൽ സ്കൂൾ, MGD സ്കൂൾ, അതും പുതുശ്ശേരി കുറച്ച് ഒരു 2 മൈൽ ദൂരെയായിരുന്നു. അവിടെ നിന്ന് ഹൈസ്കൂളിൽ പഠിച്ചത് ഇരുപതിരൂർ സെന്റ് ജോൺസ് ഹൈസ്കൂൾ. അന്ന് പഠിപ്പിച്ച അധ്യാപകരുടെ ഒക്കെ കാര്യങ്ങൾ വല്ലതും ഓർമ്മയുണ്ടോ? ഇപ്പോൾ പറയാം. വളരെയധികം. അന്ന് പഠിപ്പിച്ച അധ്യാപകന്മാരുടെ ഒരു പ്രത്യേകത, അവർക്ക് വിദ്യാർത്ഥികളോട് വലുതായ സ്നേഹവും അവരുടെ നന്മയിൽ ആഴമായ താല്പര്യവും ഉണ്ടായിരുന്നു. വിഷയങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം അവരുടെ സ്വഭാവം രൂപീകരിക്കുന്നതിനും അധ്യാപകര് പ്രത്യേക ശ്രദ്ധ കാണിച്ചിരുന്നു. മാത്രമല്ല, അന്നത്തെ അധ്യാപകന്മാരുടെ നിശ്ചയമായ നല്ല ശുദ്ധമായ വേഷവിധാനങ്ങള്, നല്ല സ്ഫുടമായ ഉച്ചാരണം, ഉന്നതമായ ജീവിത നിലവാരം, ഇവയെല്ലാം വിദ്യാഭ്യാസത്തോടും വിദ്യാലയത്തോടും ജീവിതത്തോടും ഉള്ള വളരെ ഉന്നതമായ ഒരു ദർശനം എനിക്ക് നൽകി. അതേസമയം തന്നെ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ സ്കൗട്ട് സംഘടനയിൽ ഒരംഗമായി. അത് എന്റെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു സംഭവമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ കാണുക, അതിൽ പങ്കുചേരുക, സാഹസികമായ കാര്യങ്ങളിൽ ഉൾപ്പെടുക, നമ്മുടെ വാസനകളെല്ലാം ശരിയായി വികസിപ്പിക്കുക,
ഇക്കാര്യത്തിലെല്ലാം സ്കൗട്ട് പ്രസ്ഥാനം എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്. ചെറുപ്പകാലത്തെ ഈ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഒരു പ്രത്യേക ആശയങ്ങളൊക്കെ മനസ്സിൽ വെച്ചിരിക്കുമല്ലോ. അന്നത്തെ ആശയങ്ങളും താല്പര്യങ്ങളും എന്തായിരുന്നു ഒരു ജീവിത ദർശനം എന്ന നിലയിൽ? നമ്മുടെ നാട്ടിൽ അന്ന് സാങ്കേതികമായ വലിയ പുരോഗതി ഉണ്ടായിരുന്നില്ല. എന്നൊരിക്കലും ജീവിതം സാമാന്യം സമാധാനവും ശാന്തിയും നിറഞ്ഞതായിരുന്നു. എന്നൊരിക്കലും ഓരോ വിഷയങ്ങൾ പഠിക്കുമ്പോൾ മറ്റു രാജ്യത്തെ ആളുകൾ എത്രമാത്രം പുരോഗമിച്ചു, ആരെപ്പോലെ നാമും പുരോഗമിക്കണമല്ലോ, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടണമല്ലോ എന്നുള്ള ആഗ്രഹം എനിക്ക് തീവ്രമായിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ സഹപാഠികളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാന്ധിജി മുതലായ ആളുകളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അവരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നല്ലോ, നമുക്ക് എന്തുകൊണ്ട് പാടില്ല എന്ന് ഞാൻ വിദ്യാർത്ഥികളുമായിട്ട് സഹപാഠികളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അദ്ദേഹം ഗാന്ധി ആയതുകൊണ്ടാണ് ആള് ശ്രദ്ധിക്കുന്നത്. അന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നു, ഗാന്ധിജിക്ക് മാത്രമല്ല നമ്മൾ എത്ര നിസ്സാരന്മാരായിരുന്നാലും നമുക്കും നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. അന്ന് തൊട്ട് എനിക്ക് വളരെ വാശിയായിട്ട് ഒരു ബോധ്യം, ഒരു നിശ്ചയമുണ്ടായി. എന്നാൽ കഴിവുള്ള സേവനം രാജ്യത്തിന് ചെയ്യണം, അതെത്ര നിസ്സാരമായിരുന്നാലും. ആ ദൃഢനിശ്ചയം ജീവിതകാലം അത്രയും നിലനിന്നിട്ടുണ്ട്. ഈ വൈദിക വിദ്യാഭ്യാസവും അതുപോലെ ഇങ്ങനെ ഒരു സേവന രംഗവും തിരഞ്ഞെടുക്കാൻ ഉണ്ടായ എന്തെങ്കിലും എന്തായിരുന്നു ഒരു പ്രത്യേക പശ്ചാത്തലം? വീട്ടിലെ സാഹചര്യം ഒരു മതപരമായ ജീവിതത്തിലേക്ക് എന്നെ നയിച്ചു. അതുപോലെ തന്നെ ദൈവാരാധനയിൽ ഞാൻ നിരന്തരമായിട്ട് പങ്കെടുക്കുമായിരുന്നു. അന്ന് ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ്, അദ്ദേഹം ജനിച്ചു വളർന്ന സുറിയാനി സഭയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയൊരു നവോത്ഥാനം ഉളവാക്കി. അദ്ദേഹം ഒരു സന്യാസ സമൂഹം സ്ഥാപിച്ചു. ഏറ്റവും ലളിതമായ ഒരു ജീവിതം നയിച്ചു. തപശ്ചര്യ കൊണ്ടും പ്രാർത്ഥനാ ജീവിതം കൊണ്ടും ജീവിത ലാളിത്യം കൊണ്ടും അദ്ദേഹം എല്ലാവരിലും വലിയ ഒരു ഉന്മേഷവും ആവേശവും ഉളവാക്കി. ഞാനും ഒരു ബാലനായിട്ട് അത് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനാകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം തോന്നി. മാതാപിതാക്കന്മാർക്ക് അത് സമ്മതമല്ലായിരുന്നു. ഞാൻ മൂത്ത പുത്രനായിരുന്നു. ഞങ്ങളുടെ ജീവിത നിലവാരം വലിയ മെച്ചമായിരുന്നില്ല. ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ജോലി നോക്കി കുടുംബം നന്നായിട്ട് പോകണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. എന്നൊരിക്കലും ഒരു സന്യാസ ജീവിതത്തിന് വേണ്ടി ഈശ്വരൻ എന്നെ വിളിക്കുന്നു എന്നെനിക്ക് ബോധ്യമായപ്പോൾ ഞാൻ അവരുടെ അനുവാദം കൂടാതെ തന്നെ ദൃഢമായിട്ട് നിശ്ചയിച്ച് മുന്നോട്ട് പോയി. എന്നെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് എൻ്റെ പിതാവും ബന്ധുജനങ്ങളും വന്നു വരികിലും ഞാൻ അവരോട് ദയവായിട്ട് എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞ് തിരികെ പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. സമൂഹത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടത് ഈ ജീവിത വഴി തെരഞ്ഞെടുത്തിട്ടും? സന്യാസ ജീവിതത്തിൽ കൂടെയും പിന്നീടുള്ള സേവനത്തിൽ കൂടെയും ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തണമെന്ന് എനിക്ക് തീക്ഷ്ണമായ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് സന്യാസ ജീവിതം സ്വീകരിച്ച് ഞാൻ ഉദ്ദേശം 5 വർഷം തിരുവനന്തപുരത്ത് നാലാഞ്ചിറ ബഥനി ആശ്രമത്തിൽ സന്യാസ പരിശീലനം നടത്തി. അതിനുശേഷം ഞാൻ 7 വർഷം ശ്രീലങ്കയിൽ കാൻഡി എന്ന് പറയുന്ന സെമിനാരിയിൽ തത്വശാസ്ത്രം, ദൈവശാസ്ത്രം ഇവയെല്ലാം പഠിച്ചു. ആ 7 വർഷവും യുദ്ധത്തിന്റെ കാലമായിരുന്നു. ലോർഡ് മൗണ്ട് ബാറ്റൻ സൈന്യാധിപൻ ഞങ്ങളുടെ അയൽക്കാരനായിരുന്നു. അതുകൊണ്ട് യുദ്ധത്തിന്റെ ഭീഷണി നിരന്തരമായിട്ടുണ്ടായിരുന്നു. 1944 ഒരു വൈദികനായി ഞാൻ തിരികെ വന്നു. പിന്നെ 3 വർഷത്തേക്ക് ഞാൻ തൃശ്ശാപ്പള്ളിയിൽ സെന്റ് ജോസഫ് കോളേജിൽ എക്കണോമിക്സ് ഐച്ഛികമായിട്ടെടുത്ത് പഠിച്ചു. പിതാവ് കൃഷി, വിദ്യാഭ്യാസം, അതുപോലെ സാമൂഹ്യ സേവനത്തിന്റെ എല്ലാ രംഗങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കേരളത്തിലെ ഒരു പൗരനാണ്. അപ്പൊ ഇങ്ങനെ ഈ പ്രവർത്തന മണ്ഡലത്തിലുണ്ടായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ അതിലേക്ക് താല്പര്യം ഉണ്ടാവാനുണ്ടായ പ്രത്യേക സാഹചര്യം, വ്യത്യസ്തമായ താല്പര്യങ്ങളാണല്ലോ. അതെ അതെ, ഞാൻ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു. പ്രയാസങ്ങൾ എന്താണെന്ന് ഞാൻ നന്നായിട്ട് എന്റെ ജീവിതത്തിൽ കൂടെ അനുഭവമാക്കി. അതോടുകൂടി സന്യാസ ജീവിതവും
ദൈവശാസ്ത്ര പഠനവും അതിനെ തുടർന്ന് സാമ്പത്തിക ശാസ്ത്രം, പ്രത്യേകിച്ച് റൂറൽ എക്കണോമിക്സ് പഠിക്കുന്നതിനായിട്ട് എനിക്ക് അവസരം കിട്ടി. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ആളുകൾ എത്ര ദാരുണമായ സ്ഥിതിയിലാണ്, ഈ നാട് എത്രമാത്രം അനുഗ്രഹീതമാണ്, എത്രമാത്രം വിഭവങ്ങൾ ഇവിടെയുണ്ട്. നാം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പരിശ്രമിക്കുകയാണെന്നതിൽ ഈ വിഭവങ്ങളെല്ലാം വികസിപ്പിച്ചെടുക്കുന്നതിനും നമ്മുടെ ആളുകളെ ദാരുണമായ ഈ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്നതിനും സാധിക്കും. അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം ഇവ പാലിച്ചുകൊണ്ടുള്ള പുണ്യജീവിതമാണ് സന്യാസം. മാലാഖമാരുടെ ജീവിതമാണ് സന്യാസം. അഭിമന്യ പിതാവ് സന്യസ്ത ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കന്യാസ്ത്രീകളെ അഭിഷേകം ചെയ്തുകൊണ്ട് നടത്തിയ ശുശ്രൂഷയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ധൈര്യത്തോടുകൂടി കൃത്യമായി ഉത്തരം പറയണം. മക്കളെ, നിങ്ങളുടെ സമുദായം നിൽക്കുന്നത് എന്തിനാണ്? സന്യാസ ജീവിതം മാലാഖമാരുടെ ജീവിതമാകുന്നു. അനേകം മിഷന്മാർക്ക് നിപുണത പ്രാപിച്ചത് ഈ പദ്ധതിയിൽ കൂടെയാണ്. സന്യാസ ജീവിതത്തിന് ഉത്തമവും വൈകാട്ടിയും അതിലേക്ക് വേണ്ടുന്ന വന്ന് നടത്തിക്കുന്ന രക്ഷിതാവുമാകുന്നു. വ്യവസ്ഥയുടെ സന്യാസത്വം ധരിച്ച് നിയമങ്ങൾ കീഴ്പ്പെട്ട് ജീവിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഞാൻ ആഗ്രഹിക്കുന്നു. മാലാഖമാരുടെ രൂപമോ, വിണ്ണിലെ വൃന്ദത്തിൻ ഭാവമോ, മഴവില്ലിൻ നിറമോ, താരാനീ മന്ദസ്മിതം തൂകും തിരുമേനി. മാലാഖമാരുടെ രൂപമോ, വിണ്ണിലെ വൃന്ദത്തിൻ ഭാവമോ, മഴവില്ലിൻ നിറമോ, താരാനീ മന്ദസ്മിതം തൂകും തിരുമേനി. പുലർക്കാല നക്ഷത്രമോ, മണ്ണിലെ നവസൂര്യ ശോഭയോ. പുലർക്കാല നക്ഷത്രമോ, മണ്ണിലെ നവസൂര്യ ശോഭയോ. മറനീങ്ങും വാത്സല്യമോ, താരാനി സ്നേഹാമൃതം തൂകും തിരുമേനി. മറനീങ്ങും വാത്സല്യമോ, താരാനി സ്നേഹാമൃതം തൂകും തിരുമേനി. മാലാഖമാരുടെ രൂപമോ, വിണ്ണിലെ വൃന്ദത്തിൻ ഭാവമോ, മഴവില്ലിൻ നിറമോ, താരാനീ മന്ദസ്മിതം തൂകും തിരുമേനി. മാലാഖമാരുടെ രൂപമോ, വിണ്ണിലെ വൃന്ദത്തിൻ ഭാവമോ, മഴവില്ലിൻ നിറമോ, താരാനീ മന്ദസ്മിതം തൂകും തിരുമേനി. വിശ്വാസഗോപുരമോ, തിരുനാഥൻ തൻ പ്രതിരൂപമോ. വിശ്വാസഗോപുരമോ,
തിരുനാഥൻ തൻ പ്രതിരൂപമോ കരം നീട്ടുമാശ്വാസമോ താതാനി വാത്സല്യം തൂകും തിരുമേനി കരം നീട്ടുമാശ്വാസമോ താതാനി വാത്സല്യം തൂകും തിരുമേനി മാലാഖമാരുടെ രൂപമോ വിണ്ണിലെ വൃന്ദത്തിൻ ഭാവമോ മഴവില്ലിൻ നിറമോ താതാനി മന്ദസ്മിതം തൂകും തിരുമേനി മാലാഖമാരുടെ രൂപമോ വിണ്ണിലെ വൃന്ദത്തിൻ ഭാവമോ മഴവില്ലിൻ നിറമോ താതാനി മന്ദസ്മിതം തൂകും തിരുമേനി. അഭിമന്യ പിതാവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ 50 ആണ്ടുകൾ പൂർത്തീകരിക്കപ്പെട്ടത് 1994 ഓഗസ്റ്റ് 24-നാണ്. ജൂബിലിയുടെ സ്മരണ നിലനിർത്തുവാൻ ആ കരുണാമയൻ കണ്ടെത്തിയത് ജാതിമത ഭേദമന്യേ നിർധനരായ പെൺകുട്ടികളുടെ സമൂഹ വിവാഹം നടത്തിക്കൊടുക്കുക എന്നതായിരുന്നു. 50 വർഷത്തെ തന്റെ വൈദിക ജീവിതം കൊണ്ട് കർത്താവ് എത്ര നല്ലവനെന്നും ജീവിതം എത്ര മാധുര്യമുള്ളതാണെന്നും അഭിമന്യ തിരുമേനി അനുഭവിച്ചറിഞ്ഞു. ജൂബിലിയോടനുബന്ധിച്ച് വിവാഹിതരായ നവദമ്പതികളെയും വൈദികരെയും വിശ്വാസികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച വാക്കുകളിൽ നിന്ന് 1944 നാം ഇവിടെ കൂടിയിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് നേരെ പോയാൽ ഏകദേശം 100 മൈൽ ചെല്ലുമ്പോൾ അവിടെയാണ് കാൻഡി സെമിനാരി. നേരെ പോയാൽ അവിടെയാണ് ഞാൻ വൈദിക പഠനം നടത്തിയത്. ആധുനിക ലോകത്തിലെ ഏറ്റവും ആപത്കരമായ ദുഃഖസമ്മിശ്രമായ നിമിഷം. ആധുനിക യുദ്ധ സാമഗ്രികൾ കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുക സാധ്യമല്ല. അണുബോംബ് ഉപയോഗിച്ചേ മതിയാവൂ എന്ന് അമേരിക്ക തീരുമാനിച്ചു. അവിടെ സർവ്വസൈന്യാധിപൻ ഞങ്ങളുടെ സെമിനാരിയുടെ താഴെയുള്ള ദുംബ്ര വാലിയിൽ ഞങ്ങൾ കുന്നിൻ്റെ മുകളിൽ ഒരു തടി കൊണ്ടുണ്ടാക്കിയ ഒരു കെട്ടിടം. ഒരു ബോംബ് വീണാൽ ഞങ്ങളെല്ലാവരും ഒരുപോലെ കരിഞ്ഞു പോകും. ഈ സാഹചര്യത്തിലാണ് 1944 ഓഗസ്റ്റ് മാസം 24-ാം തീയതി ദൈവത്തിൻ്റെ അവാച്യമായ സ്നേഹത്തിൻ്റെ ഫലമായി ഒരു വൈദികനാകുവാൻ എനിക്കിടയായത്. ഞാനിത് ആഗ്രഹിച്ചതല്ല. ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പ്. 5-8 വർഷം കഴിഞ്ഞപ്പോൾ പരിസ്ഥിതാവ് എന്നെ ഒരു മെത്രാനായിട്ട് നിയമിച്ചു. ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്ന ഒരു കാര്യമല്ല ഇത്. ഈ അതിരൂപതയിലെ ഉത്തമന്മാരായ വൈദികരെ പേര് ചൊല്ലി ദൈവമുണ്ടാകെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവം എന്നെ ഈ പദവിയിലേക്ക് വിളിക്കുന്നു, അതൊഴിഞ്ഞു മാറുവാൻ സാധ്യമല്ല എന്ന് മനസ്സിലായപ്പോൾ സന്തോഷം ഞാനത് സ്വീകരിച്ചു. ഒരു മെത്രാനായും ഒരു വൈദികനായുമുള്ള എൻ്റെ കഴിഞ്ഞ 50 വർഷത്തെ ജീവിതം ദൈവം എത്ര നല്ലവനാകുന്നു, ജീവിതം എത്ര മധുരമാകുന്നു എന്നതിൻ്റെ ഒരനുഭവമാണ്. ഞാൻ ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്തതിലെല്ലാം അപ്പുറമായി എല്ലാ കാര്യങ്ങളിലും ദൈവനെ നടത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്തു.
ആഘോഷത്തിമർപ്പിലുമുപരി ഓരോ ജൂബിലിയും അഭിമന്യ തിരുമേനിയെ സംബന്ധിച്ച് ദൈവത്തിന് നന്ദി ചൊല്ലാനുള്ള സുന്ദര മുഹൂർത്തങ്ങളായിരുന്നു. 1994 ഓഗസ്റ്റ് 27 ടാഗോർ സെന്റിനറി ഓഡിറ്റോറിയത്തിൽ നാനാജാതി മതസ്ഥർ ചേർന്ന് നൽകിയ അനുമോദനം അഭിമന്യ പിതാവിന്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തമായിരുന്നു. ആരാധ്യനായ ഉപരാഷ്ട്രപതിയുടെയും ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായ മുഖ്യമന്ത്രിയുടെയും അനുവാദത്തോടുകൂടി ഞാൻ എൻ്റെ ആരോഗ്യം അത്ര മെച്ചമല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഇരുന്നു കൊണ്ട് ഏതാനും വാക്കുകൾ പറയാമെന്ന് വിചാരിക്കുന്നു. ബഹുമാന്യനായ ഉപരാഷ്ട്രപതി ശ്രീ നാരായണൻ, മിസ് ഉഷ നാരായണൻ, സമീർ ഇൻ ദി ക്രൗഡ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ കരുണാകരൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ, സുഹൃത്തുക്കളെ, വൈദികരെ, സന്യാസിനികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, മനുഷ്യന്റെ ഏറ്റവും വലിയ വേദനയിലും ദുഃഖത്തിലുമാണ് പലപ്പോഴും ഈശ്വരന്റെ പരിപൂർണമായ സ്നേഹവും വാത്സല്യവും പ്രത്യക്ഷപ്പെടുക. സംഭവാമി യുഗേ യുഗേ നമ്മുടെ പൂർവികന്മാർ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യത്തിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നു. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടത് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ സാഹചര്യത്തിലാണ്. ദൈവത്തിന്റെ ഏകജാതനെ നമുക്ക് നൽകത്തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ടും അനുഭവിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് അത് പങ്കിട്ടു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വിളിയാണ് പൗരോഹിത്യം. രണ്ടാം ലോകമഹായുദ്ധം അതിൻ്റെ മൂർധന്യത്തിലെത്തിയ സാഹചര്യത്തിലാണ് 1944 ഞാനും സഹപാഠികളും പുരോഹിതരായത്. 1944 ഈസ്റ്റർ ദിവസം ഈസ്റ്റർ എഗ് എന്ന ഓമന പേരിൽ ജപ്പാൻകാർ കൊളംബോയിൽ ഒരു ബോംബ് എറിയുകയുണ്ടായി. ഞങ്ങളുടെ സെമിനാരിൽ നിന്ന് അധികം ദൂരമല്ലായിരുന്നു അത്. സെമിനാരിയുടെ അധ്യക്ഷൻ ഞങ്ങളെല്ലാവരെയും വിളിച്ചുകൂട്ടി. പഠനം അവസാനിപ്പിച്ച് വീടുകളിലേക്ക് പോകുന്നതിന് പരിപൂർണ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകി. എല്ലാവരും തന്നെ എന്താപത്തും നേരിട്ട് വൈദിക പട്ടം സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. ഈ സാഹചര്യത്തിലാണ് ഐക്യകക്ഷികളുടെ സർവ സൈന്യാധിപനായിരുന്ന ലോർഡ് മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ സൈനിക ക്യാമ്പിൻ്റെ സമീപെ പേപ്പൽ സെമിനാരിയിൽ 1944 ഓഗസ്റ്റ് 24 ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ഉള്ള വിദ്യാർത്ഥികൾ ഒന്നിച്ച് ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചത്. അതിനുശേഷമുള്ള 50 വർഷങ്ങൾ ഈ സാന്നിധ്യത്തിൽ നാം ഇപ്പോൾ അനുസ്മരിക്കുകയാണ്.
എന്നോടൊത്ത് നിങ്ങളെല്ലാവരും ഈശ്വരന് നന്ദി പറയുകയാണ്. നിങ്ങളുടെ ഔദാര്യത്തിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. 78 വർഷങ്ങൾക്ക് മുൻപ് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിക്ക് ദൈവാനുഗ്രഹം കൊണ്ടും നിങ്ങളെല്ലാവരുടെയും നിരന്തരമായ പ്രോത്സാഹനം കൊണ്ടും മാത്രമാണ് ഒരു സന്യാസിയാകുവാനും വൈദികനാകുവാനും സാധിച്ചത്. എൻ്റെ മാതാപിതാക്കന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും ദൃഷ്ടാന്തവും പ്രോത്സാഹനവും ദൈവപരിപാലനയിൽ ഈ ജീവിതത്തിന് അടിസ്ഥാനമിട്ടു. പൗരോഹിത്യത്തെപ്പറ്റി അതിവിശാലമായ ഒരു ദർശനം എനിക്ക് ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് നൽകി. പൗരോഹിത്യത്തിൻ്റെ വ്യക്തമായ ഒരു ചിത്രം യേശുവിൻ്റെ ശിഷ്യനായ പൗലോസ് നൽകുന്നു. മനുഷ്യരിൽ നിന്ന് എടുക്കപ്പെട്ട് മനുഷ്യർക്ക് വേണ്ടി ദൈവകാര്യങ്ങളിൽ നിയോഗിക്കപ്പെടുന്നവരാണ് വൈദികൻ. ബുദ്ധിജീവികളായ മനുഷ്യർ ഇതിൽ നിന്ന് സത്യം ഗ്രഹിക്കണമെന്നും പ്രപഞ്ച സൃഷ്ടാവ് ആഗ്രഹിക്കുന്നു. ഈ പ്രകൃതിയിൽ മനുഷ്യ സൃഷ്ടി മാത്രമാണ് വിശേഷജ്ഞാനമുള്ളത്. മറ്റ് സൃഷ്ടികളോടും സൃഷ്ടാവിനോടുമുള്ള ബന്ധം ഗ്രഹിക്കുവാനും നിയന്ത്രിക്കുവാനും കഴിവുള്ളതും ഈശ്വരന് വിധേയനാകാതെയും മറ്റ് സൃഷ്ടികളോടുള്ള ബന്ധം വളർത്താതെയും ജീവിക്കുന്ന ബുദ്ധിജീവി പ്രപഞ്ചത്തിനാകെ ഏറ്റവും ഭീകരമായ ഭീഷണിയാണ്. നൈമിഷികവും താരതമ്യേന നിസ്സാരവുമായ ലോകബന്ധങ്ങളെ അനന്തക്രമത്തോടും ജ്ഞാനത്തോടും കൂടെ നിയന്ത്രിക്കുന്ന ദൈവം സനാതനവും അനശ്വരവുമായ ആധ്യാത്മിക ലോകത്തെ എത്ര കൂടുതൽ ശ്രദ്ധയോടെ ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടെയാണ് ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ പൗരോഹിത്യത്തിന് സൃഷ്ടാവ് നൽകിയിരിക്കുന്ന സ്ഥാനം.
അഭിമന്യ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് പിതാവ് എൻ്റെ മൂത്ത സഹോദരനാണ്. എൻ്റെ മാതാവ് എന്നെ ഗർഭധരിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം ബെഥനി ആശ്രമത്തിൽ പ്രവേശിച്ചത്. വീട്ടുകാരും കൂട്ടുകാരും എല്ലാം അദ്ദേഹത്തിൻ്റെ ആശ്രമ പ്രവേശനത്തിന് തടസ്സമായിരുന്നു. അവരോട് അദ്ദേഹം പറയുകയുണ്ടായി, ദൈവം വീട്ടുകാരെയും നോക്കിക്കൊള്ളും. ഞാൻ തിരികെ വരുമ്പോൾ എന്നെപ്പോലെ ഒരു ആൺകുഞ്ഞിനെ അമ്മയുടെ കൂടെ കാണും. എന്നെക്കുറിച്ചുള്ള ഈ പ്രവചനവും അദ്ദേഹത്തിൻ്റെ ജീവിതവുമാണ് ബെഥനിയിലെ എൻ്റെ സന്യാസ വൈദിക ജീവിതത്തിന് പ്രേരണയും പ്രചോദനവും നൽകുന്നത്. എൻ്റെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ഈ മാതൃക എന്നെ ശക്തിപ്പെടുത്തി. മനുഷ്യനെ ശരീരവും ആത്മാവുള്ളവനായി ദൈവം സൃഷ്ടിച്ചുവെന്നും ഈ പൂർണ്ണ മനുഷ്യൻ്റെ സമഗ്ര വിമോചനമാണ് ഒരു പ്രേക്ഷിതൻ്റെ ലക്ഷ്യമെന്നും വന്യപിതാവ് ജീവിതം വഴി ഉടനീളം സാക്ഷ്യപ്പെടുത്തി. ജാതി മത വർഗഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരുടെയും വിമോചനത്തിനായി സ്വയം മറന്ന് പ്രവർത്തിക്കുവാനും വന്യപിതാവ് ശ്രമിച്ചു. സ്വന്തം സഭയുടെ ഉത്കർഷത്തിനായി വിട്ടുവീഴ്ചയില്ലാതെ നിരന്തരം കഠിനാധ്വാനം ചെയ്തിരുന്ന വന്യപിതാവ് ഇതര സഭകളെയും മതങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിൽ ഉത്സുകനായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത ഒന്ന് രണ്ട് സംഭവങ്ങൾ. ഒന്ന്, എൻ്റെ പ്രിയ പിതാവ് സാധാരണക്കാരനായിരുന്നു, എങ്കിലും വളരെ ഗാംഭീര്യമുള്ളൊരു മനുഷ്യനായിരുന്നു. ഒന്നുകൊണ്ടും കുലുങ്ങാത്ത ഒരാളായിരുന്നു. ഞാൻ മാതാപിതാക്കന്മാരെ വിട്ട് സന്യാസ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ അസാധാരണമായ വിധത്തിൽ എൻ്റെ പിതാവ് കണ്ണുനീരൊഴുക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ ആയുസ്സിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് കണ്ടത്. ഞാനപ്പോൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചു, ഈശ്വര, ഈ കണ്ണുനീര് അവിടുന്ന് സ്വീകരിക്കണമേ, എൻ്റെ വഴിയിൽ അവിടുന്ന് എനിക്ക് മാർഗദർശനം നൽകണമേ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ വത്സല പിതാവിൻ്റെ പ്രാർത്ഥനയും ത്യാഗവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു കൈമുതലായിരുന്നു. സ്വന്തം ജീവിതം കൊണ്ട് തന്നെ ആ കണ്ണുനീരിന് മറുപടി പറയാൻ പറ്റിയല്ലോ പിതാവിന്. അതെ, അതുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണുനീര് തുടയ്ക്കുന്നതിനായിട്ടും എന്നാൽ കഴിവുള്ളത് ഞാൻ ചെയ്യുന്നു. നിറഞ്ഞ മിഴികളോടെയും വിങ്ങുന്ന മനസ്സോടെയും നിരുദ്ധകണ്ഠരായി തൻ്റെ അജഗണങ്ങൾ പാടി. അതിൻ്റെ പൊരുൾ നുകർന്ന് മിഴിപൂട്ടി നിശ്ചലഗാത്രനായി ചക്രക്കസേരയിൽ തിരുമേനി അമർന്നു. കരുണാമൂർത്തിയായ ഈശ്വരൻ 78 കൊല്ലങ്ങളായി അനർഗളം ചൊരിയുന്ന നന്മകൾക്ക് പ്രതിനന്ദി കാട്ടേണ്ടതെങ്ങനെയെന്ന് തിരുമേനി ചിന്തിക്കുകയായിരുന്നിരിക്കാം. ഒരു തേങ്ങൽ പോലെ ആ ഗാനം നേർത്തൊടുങ്ങി. അന്ത്യശ്വാസത്തിന്റെ മുഴക്കം അലയടിച്ച ആ നിമിഷങ്ങളിൽ വളരെ ക്ലേശത്തോടെ അഭിമന്യ തിരുമേനി പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്നേഹത്തിന്റെ ഐക്യത്തിൽ നമുക്ക് യാത്ര പറയാം. കുരിശെടുത്ത് ഉമ്മവച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് ആ പ്രിയപുത്രൻ യാത്രയായി. 4 പതിറ്റാണ്ടിലധികം മലങ്കര കത്തോലിക്കാ സഭയുടെ സാരഥിയായിരുന്ന ആ സ്നേഹസൂര്യൻ അസ്തമിച്ചു. അസ്തമനം 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 ആനന്ദപുരി സൂര്യന്റെ അസ്തമനം. ഇരുളിന്റെ പാശങ്ങൾ തകർത്തൊരു പ്രകാശകിരണത്തിൻ അസ്തമനം. ഇരുൾ
ഇരുളിന്റെ പാശങ്ങൾ തകർത്തൊരു പ്രകാശകിരണത്തിൻ അസ്തമനം 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 അസ്തമനം. അനന്തമാം ജീവിതത്തേജോരൂപം അങ്ങകലെ വിണ്ണില. അനന്തമാം ജീവിതത്തേജോരൂപം അങ്ങകലെ വിണ്ണില. സ്വർഗസിയോനിൽ വെൺചിറകുമായി പറന്നകന്നു താതൻ പറന്നകന്നു. സ്വർഗസിയോനിൽ വെൺചിറകുമായി പറന്നകന്നു താതൻ പറന്നകന്നു. അസ്തമനം അസ്തമനം അസ്തമനം. ദുഃഖത്തിൻ കാളിമ നഷ്ടഭാവം അനന്തപുരിയാക്കി മൂടി. ദുഃഖത്തിൻ കാളിമ നഷ്ടഭാവം അനന്തപുരിയാക്കി മൂടി. മനസ്സുകൾ വിതുമ്പി മിഴി നിറഞ്ഞൊഴുകി മനസ്സുകൾ വിതുമ്പി മിഴി നിറഞ്ഞൊഴുകി തേങ്ങലായി എങ്ങും തേങ്ങലായി. അസ്തമനം അസ്തമനം അസ്തമനം. മറഞ്ഞിട്ടും മറയാത്ത ദിവ്യരൂപം വസിക്കുന്നു എന്നും തലയരിലായി. മറഞ്ഞിട്ടും മറയാത്ത ദിവ്യരൂപം വസിക്കുന്നു എന്നും തലയരിലായി. സ്വർഗക്കനാനിൽ നാഥനോടെന്നും യാചിക്കണമേ താതാ നീ. സ്വർഗക്കനാനിൽ നാഥനോടെന്നും യാചിക്കണമേ താതാ നീ.
അസ്തമനം അസ്തമനം അനന്തപുരി സൂര്യന്റെ അസ്തമനം ഇരുളിന്റെ പാശങ്ങൾ തകർത്തൊരു പ്രകാശകിരണത്തിൻ അസ്തമനം ഇരുളിന്റെ പാശങ്ങൾ തകർത്തൊരു പ്രകാശകിരണത്തിൻ അസ്തമനം 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 അസ്തമനം